നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം യാഥാർത്ഥ്യമാണെന്നും അതിനെ വിളിക്കാൻ വേറെ പേരുകളൊന്നുമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയത്തിന്റെ മുന്നില് നിന്ന് പിന്തിരിഞ്ഞോടാന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയില്ലെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പാഠങ്ങള് പഠിച്ച് ശക്തമായി തിരികെ വരികയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം മാതൃഭൂമിയോട് നിലപാട് വ്യക്തമാക്കി. മുന്നണിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ന്യൂനപക്ഷ വോട്ടുകളില് ഉണ്ടായ വൻതോതിലുള്ള മാറ്റമാണ്. എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷങ്ങള് ഇത്തവണ കടുത്ത വിയോജിപ്പോടെയാണ് എൽഡിഎഫിനെതിരെ വോട്ട് ചെയ്തത്. ഇതിനൊപ്പം പാവങ്ങളുടെ മുന്നണിയായ എൽഡിഎഫിന് സാധാരണക്കാരായ കയര്, കശുവണ്ടി, ചെത്തുതൊഴിലാളികൾക്കിടയിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ജനങ്ങള് ക്ഷേമവും വികസനവും മാത്രമല്ല ഇടതുപക്ഷത്തില് നിന്ന് മറ്റു ചിലതുകൂടി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാനും മുന്നണിക്ക് സാധിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങളെക്കാള് വലിയവനായി ഭാവിക്കാൻ അവകാശമില്ലെന്നും അതില് വ്യത്യാസമുണ്ടായിട്ടുണ്ടെങ്കില് അത് ഗൗരവത്തോടെ കാണണമെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെപ്പോലെ ഒരാള് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായി മാറുന്നത് ഇടതുപക്ഷ ബന്ധുക്കൾക്ക് പോലും അംഗീകരിക്കാന് കഴിയാത്ത കാര്യമാണെന്നും അതില് സിപിഐക്കൊരു പങ്കുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എസ്എൻഡിപിയുടെ പാരമ്പര്യതീരലെയും ദർശനങ്ങളെയും പാർട്ടി മാനിക്കുമ്പോഴും വെള്ളാപ്പള്ളി ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണോ എന്ന് കേരളം ചോദിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ കാറില് കയറ്റിയതിനെക്കുറിച്ച് മുൻപ് മാധ്യമങ്ങള് ചോദിച്ചപ്പോൾ ഞാനായിരുന്നെങ്കില് കയറ്റില്ലെന്നു പറഞ്ഞിരുന്നു. അതിന് പിറ്റേന്ന് ബിനോയ് വിശ്വമല്ല ഞാന് എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. പിണറായി വിജയനല്ല ബിനോയ് വിശ്വം എന്നത് ശരിയാണെന്നും എൽഡിഎഫിനകത്ത് തങ്ങൾക്ക് രണ്ട് ശൈലിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയാണ് ബന്ധുക്കളായി കൂടെ നിർത്തുന്നത് എന്ന് സമൂഹം എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന ഓർമ്മ വേണം. മുഖ്യമന്ത്രി മുൻപ് മുന്നറിയിപ്പ് നൽകിയ അവതാരങ്ങള് ഭരണത്തിന് സ്വാധീനം ചെലുത്തിയോ എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. സർക്കാരിന്റെ ചില പാളിച്ചകൾക്ക് പിന്നില് ഇത്തരം ശക്തികളുടെ സാന്നിധ്യമുണ്ടായേക്കാമെന്നും അവതാരങ്ങള് അകത്തുകയറിയോ എന്ന് താന് ഇടതുവേദിയില് നിരന്തരം ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തിരഞ്ഞെടുപ്പ് കാലത്തുയർന്ന എൽഡിഎഫ് അല്ലാതെ മറ്റാരുമില്ല എന്ന മുദ്രാവാക്യവും മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ചുള്ള ഫ്ലെക്സുകളും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാന് കഴിയാത്തതും പലരിലും വെറുപ്പുണ്ടാക്കിയതുമാണെന്ന് സിപിഐ സംസ്ഥാന കൗൺസില് വിലയിരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രചാരണങ്ങളില് ഒരിക്കലും വരാന് പാടില്ലാത്ത ഒന്നായിരുന്നു ആ ഹോർഡിങ്ങുകള്. ആ വാചകവും അതിന്റെ രൂപവും വോട്ടർമാർക്കിടയില് ഇടതുപക്ഷത്തെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കിയില്ലെന്ന് പാർട്ടിക്കകത്ത് വിമർശനമുയർന്നു. തന്റെ സൗമ്യപ്രകൃതം ഒരിക്കലും ഒരു ബലഹീനതയോ പാതകമോ അല്ലെന്നും മറ്റൊരാള് ഉണ്ടാക്കിവെക്കുന്ന ചട്ടക്കൂടില് ഒതുങ്ങുന്നവനല്ല താനെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. സ്വഭാവത്തില് സൗമ്യനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങളിലും നിലപാടുകളിലും ഒരിക്കലും വെള്ളം ചേർക്കില്ല. നാടിന്റെയും ജനങ്ങളുടെയും ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഉറച്ചുനിൽക്കാനും ഏതു പ്രതിസന്ധിയിലും ആർക്കും മുൻപില് തലകുനിക്കാതെ പൊരുതാനുമുള്ള ആർജവമാണ് തന്റെ മൂർച്ച. സി.കെ. ചന്ദ്രപ്പന്, വെളിയം ഭാർഗവന് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് രാഷ്ട്രീയ നിലപാടുകളില് അതീവ ജാഗ്രതയുള്ളവരും അതേസമയം തന്നെ സൗമ്യ സ്വഭാവമുള്ളവരുമായിരുന്നു. ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരായി നിലകൊള്ളാന് സിപിഐ ശ്രമിച്ചിട്ടുണ്ട്. PM ശ്രീ വിഷയത്തില് സിപിഐ എടുത്ത ശക്തമായ നിലപാടാണ് കേരളത്തിലെ എൽഡിഎഫിനെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനു മുന്നില് ഉണ്ടാകാനിരുന്ന വലിയ അപമാനത്തില് നിന്ന് രക്ഷിച്ചത്. ഇലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതി തടയാന് കഴിഞ്ഞതും RSS നേതാക്കളെ കണ്ട വിഷയത്തില് ADGP അജിത് കുമാറിനെ ക്രമസാധാരണ ചുമതലയിൽ നിന്ന് മാറ്റാന് കഴിഞ്ഞതും സിപിഐയുടെ ശക്തമായ നിലപാടുകളുകൊണ്ടാണ്. എല്ലാ ഐക്യത്തിലും ഒരു സമരമുണ്ടെന്നും അത് തിരുത്തലിനു വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഉപയോഗിച്ചിരുന്ന കോൺക്ലേവ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങിയ വാക്കുകള് സാധാരണക്കാരിൽ നിന്ന് ഭരണത്തെ അകറ്റുന്നവയായിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നത് ലോകബാങ്കിന്റെ വാക്കാണെന്നും അത് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമാകാന് പാടില്ലാത്തതാണെന്നും സിപിഐ മുന്നണിക്കകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വർഗപരമായും രാഷ്ട്രീയമായും ഈ പ്രയോഗം എൽഡിഎഫിന് യോജിച്ചതല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തില് നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു ഇടതുപക്ഷ സർക്കാര് നടത്തേണ്ട ഒന്നായിരുന്നില്ല. സാങ്കേതികമായി ഇത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിച്ചതെങ്കിലും ജനങ്ങള് ഇതിനെ കണ്ടത് സർക്കാരിന്റെ മുൻകൈയായിട്ടാണ്. ഒരു മതനിരപേക്ഷ സർക്കാര് ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം ഇത്തരമൊരു ആഗോള സംഗമം നടത്തുന്നത് ശരിയല്ല. നിങ്ങള് ആഗോള നബി സ്മരണ സമ്മേളനമോ ആഗോള ക്രിസ്തു സമ്മേളനമോ സംഘടിപ്പിക്കുമോ എന്നദ്ദേഹം ചോദിച്ചു. ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ പാളിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഉൾപ്പെടുത്തിയതാണ്. ന്യൂനപക്ഷങ്ങളും മതേതരവാദികളും ഒരുപോലെ തള്ളിക്കളയുന്ന ഒരാളുടെ സന്ദേശം വലിയ കാര്യമായി വായിക്കപ്പെട്ടത് എൽഡിഎഫിനെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകള് തകരാന് കാരണമായി. എക്സാലോജിക് -CMമാരില് വിവാദത്തില് 2 സ്വകാര്യ കമ്പനികള് തമ്മിലുള്ള ബിസിനസ് ഇടപാടുകളില് സിപിഐക്ക് താൽപര്യമില്ലെന്നും അന്വേഷണ ഏജൻസികളോ നിയമമോ അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളിയുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എങ്കിലും രാഷ്ട്രീയ താൽപര്യത്തോടെ ED നടത്തിയ നീക്കങ്ങള് തെറ്റാണ്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃപദവി ലഭിക്കണമെന്നത് പാർട്ടിയുടെ വളരെ ഗൗരവമുള്ള ആവശ്യമാണ്. ഈ പദവി ആവശ്യപ്പെടുന്നത് അതിന്റെ വലുപ്പം കൊണ്ടോ പ്രത്യേക ഓഫീസിനോ അലവൻസിനോ വേണ്ടിയോ അല്ല.
മറിച്ച് മുന്നണിക്കകത്തുണ്ടാകേണ്ട ജനാധിപത്യപരമായ സംസ്കാരത്തിന്റെ ഭാഗമായാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് ലീഡർഷിപ്പ് സ്ഥാനം സിപിഎമ്മിനാണെന്ന് പറയുന്ന അതേ വ്യക്തതയിൽ തന്നെ ഉപനേതൃസ്ഥാനം സിപിഐക്ക് ലഭിക്കാൻ അവകാശമുണ്ട്. പണ്ടത്തെ കാര്യവും കീഴ്വഴക്കവും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടിയേ തീരൂ. ഇനിയും ജനങ്ങൾക്ക് മുന്നില് എത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ കാഴ്ചപ്പാടിലും സമീപനങ്ങളിലും മാറ്റം വരുത്തേണ്ടിവരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയില്ലെങ്കില് ഈ മുന്നണിയെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സിപിഐക്ക് മുന്നില് മറ്റു ഒരുപാട് വഴികളുണ്ടെന്നും അത് സിപിഎമ്മിന് ബോധ്യപ്പെടുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി.